സീറ്റ് പിടിച്ചെടുത്ത കോൺഗ്രസ് നടപടിക്കെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അതൃപ്തി. റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണം എന്ന വാദം ഉയർത്തിയാണ് ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തത്. പി ജെ ജോസഫ് എടുത്ത തീരുമാനം നേതൃത്വം അംഗീകരിക്കും. എന്നാൽ ഇത് പ്രവർത്തകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയാനാകില്ലെന്ന് ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമന ഇടുക്കി വിഷനോട് പറഞ്ഞു. 1977 രൂപീകരിച്ച ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ അരനൂറ്റാണ്ടിനിടെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് 2 തവണ മാത്രം. 8 തവണയും സീറ്റ് കേരള കോൺഗ്രസിനായിരുന്നു. ഇതിൽ 2 തവണ മാത്രമാണ് LDF വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 25 വർഷമായി റോഷി അഗസ്റ്റിനാണ് MLA. 2021 കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ നേർക്കുനേർ മത്സരമായിരുന്നു. എന്നാൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന DCCയുടെ ആവശ്യം മുന്നണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അവസാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശിക്ക് മുന്നിൽ കേരള കോൺഗ്രസ് കീഴടങ്ങി. സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തു. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസാണ് UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അസംതൃപ്തിയിലാണ്. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഞങ്ങൾക്ക് കൈവശം വന്നു പോയത് ഞങ്ങൾക്ക് മാനസികമായ വിഷമം കൂടുതലുണ്ട്. അത് ഫാക്റ്റാണ്. കാരണം വർഷങ്ങളായിട്ട് കേരള കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സീറ്റ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ അങ്ങേറ്റം വിഷമം കൊണ്ടുപോകുന്നു. UDFന്റെ ജില്ലാ യോഗം സമ്മതിക്കുന്ന ഒരു സമയത്ത് പോലും അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പിന്നാമ്പുറത്തോടെ വന്ന ന്യൂസുകളാണ്. അത് സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയ ഒരു കുരിശിതമായ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ചയുണ്ടായത്. അതായത് ഔദ്യോഗികമായ കോൺഗ്രസ് അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടി ഇത് സീറ്റിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ട് കേരള കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി, കേരള കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അതുതന്നെ ഫ്രാൻസിസ് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തുമൊക്കെ അദ്ദേഹത്തിന്റെ തോൽവിക്ക് വഴിവെച്ച ചില ആളുകളൊക്കെ ആ സീറ്റ് മോഹം വെച്ചുകൊണ്ട് ചില കാര്യങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടാക്കിയിരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നീടാണ് ഞങ്ങൾക്കത് ബോധ്യമായത്. പക്ഷെ എത്രമാത്രം മണികൾക്കിടയിൽ അത് സ്വാധീനിക്കപ്പെടുമെന്നുള്ള സംബന്ധിച്ചൊന്നും ഞാനിപ്പം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും മണികളുടെ ഇടയിൽ കേരള കോൺഗ്രസ് സീറ്റിന്റെ വികാരമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ എത്രമാത്രം അത് തണുപ്പിക്കാൻ പറ്റും ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പല ദിവസങ്ങളിൽ നമുക്കത് പറയാനുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൂടി പൂർണ്ണമായ പിന്തുണയും സഹായവുമില്ലാതെ ഈ ഇടുക്കി സീറ്റ് ഇടുക്കിയിലെ 5 നിയമത്തിൽ ആർക്കും ജയിക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾക്ക് കോൺഗ്രസ് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് തീരുമാനമൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ സീറ്റ് മോഹം വെച്ച് ചില തട്ട ലക്ഷ്യം നടത്തിയ ഒരു ഭരണമാണ് ഇതൊരു മോശപ്പെട്ട അവസ്ഥ എത്തിച്ചത്. അങ്ങനെ സീറ്റ് കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി ആളുകൾക്ക് ദൈവത്തമ്പരാൻ ശിശു കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും UDF നേതൃത്വത്തിനുണ്ട്. റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിയായതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും അസംതൃപ്തരാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.